ഈ ഒരു പരിപാടിയിൽ വെച്ച് പ്രസംഗിക്കവേ പറഞ്ഞൊരു പരാമർശമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അത് സംസ്ഥയുടെ മുഷാവറയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്തു. മുഷാവറയിലെ ചില അംഗങ്ങൾ അത് എതിർത്തു. ഏറ്റവും ഒടുവിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സംസ്ഥയുടെ നിലപാടല്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അന്ന് ആ ഒരു പരാമർശം കൊണ്ട് ഉദ്ദേശിച്ചത്? മുഷാവറയിൽ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. ആ പരാമർശം ചർച്ചയായതിനെ എങ്ങനെയാണ് കാണുന്നത്? ആ പരാമർശം ഈ നെഗറ്റീവ് താല്പര്യമുള്ള ചില വാർത്താ മാധ്യമക്കാർ വിഷയാക്കിയതാണ്. ഞാനവിടെ ആരെയും ഇകഴ്ത്താനോ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ആർക്കും തെളിയിക്കാനും കഴിയില്ല. അപ്പോൾ ഈ അത് വിഷയമാക്കിയത് ഇവരാണ്, നെഗറ്റീവ് താല്പര്യമുള്ള ചില മാധ്യമക്കാർ. ഞാൻ പറഞ്ഞ ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില പുരുഷന്മാർക്ക് ആവശ്യമായി വരും. അതാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് ഇസ്ലാമിൻ്റെ നയമാണ്. ആ നയം തന്നെ അനുഭവിക്കുന്ന അംഗീകരിക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട്. ഉദ്യോഗസ്ഥന്മാർ, ജനപ്രതിനിധികൾ, മന്ത്രിമാർ, MLA മാർ, രാഷ്ട്രീയക്കാർ പലരും അങ്ങനെ ചെയ്യണവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ മന്ത്രിമാരെ മാത്രമാക്കി ചില തൽപര കക്ഷികൾ ചുരുക്കി. മന്ത്രിമാരെ പ്രകോപിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ദുഷ്ടലാക്ക അതിൻ്റെ പിന്നിൽ. ഇന്നലെ വാർത്തയിൽ വന്നത് ഒരു മന്ത്രി ഒരു വനിതാ MLA ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള വാർത്ത. അപ്പോൾ അതൊരു വാർത്തയാക്കി ഇങ്ങനെ ഒന്ന് കുളം കലക്കണമെന്ന് താല്പര്യമുള്ള ചില ആൾക്കാരാണ്. സത്യദീക്ഷയുള്ള ആളുകളല്ല അത് വിഷയമാക്കിയത്. കാരണം സത്യത്തിനെതിരായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ബൈ ചാൻസ് സംസാരത്തിൻ്റെ ഇടയിൽ ശൈശവ വിവാഹം 6-ാം നൂറ്റാണ്ടിലല്ല, അത് 16-ാം നൂറ്റാണ്ടിൽ വരെ 20-ാം നൂറ്റാണ്ടിൽ വരെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ജനങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന ഒരാളെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു. അപ്പോൾ അത് ചില ആളുകൾക്ക് കൊള്ളേണ്ടതില്ല. കാരണം അവർ ഇസ്ലാമിൻ്റെ പ്രവാചകനെ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അവഹേളിച്ച് അധിക്ഷേപിച്ച് പരിഹസിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവനവനുമായി ബന്ധപ്പെട്ട ആൾക്കാർ കിട്ടിയപ്പോൾ അവരെ പറ്റി പറഞ്ഞപ്പോൾ ഇവർക്ക് പൊള്ളി. ഈ പൊള്ളൽ മുഹമ്മദ് നബിയെ വിശ്വസിക്കുന്ന അനുയായികൾക്ക് ഉണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതായിരുന്നു. കഴിഞ്ഞില്ല. അതാണ് പൊളിച്ചത്. അത് ശരിയല്ല, അത് പറഞ്ഞല്ലോ. ഞാൻ മന്ത്രിമാരെ മാത്രമല്ല പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാർ 100 ആളാണെങ്കിൽ ഞാൻ പറഞ്ഞ ആൾക്കാർ ലക്ഷക്കണക്കിനുണ്ടാവും. ഉദ്യോഗസ്ഥന്മാരെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. എല്ലാതരം ഉദ്യോഗസ്ഥന്മാരും അതിൽ വരും. പിന്നെ ജനപ്രതിനിധികളെന്നാണ് MLA മാർ മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, വില്ലേജ് പഞ്ചായത്ത്, ഇതിലൊക്കെ ആൾക്കാർ ജനപ്രതിനിധികൾ തന്നെയാണ്. അപ്പോൾ ഈ മന്ത്രിമാരെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് പറഞ്ഞ് മന്ത്രിമാരൊന്ന് പ്രകോപിപ്പിച്ച് അവരെ പിന്നെ ഇടുന്ന വല്ലതും നേടാൻ പറ്റുമോ എന്നുദ്ദേശിച്ചായിരിക്കാം ഞാൻ പറഞ്ഞത്. പറയുകയാണെങ്കിൽ എല്ലാം പറയണ്ടേ. പറയാൻ ഉദ്ദേശിച്ചത് ഈ വൈഫ് ഇൻ ചാർജ് എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരുടെ ഇടയിൽ, ഇല്ലെങ്കിൽ ഇത്തരം ജനപ്രതിനിധികളുടെ പറയാം. ഒറ്റവാക്കിൽ ഞാനീ പറഞ്ഞ ചില കാറ്റഗറി എടുത്തു പറഞ്ഞെന്നുള്ളൂ. പ്രത്യേക കാര്യം പരാമർശിച്ചു ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ ആൾക്കാരെ മലയാളം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാലോ. ആ ശബ്ദം ഒന്നുകൂടി കേട്ടാൽ മതിയല്ലോ. പ്രയോഗം എന്താണ്? ആ വസ്തുത നിലവിലുള്ളതല്ലേ. അതിനാണ് അവസാനത്തെ ഉദാഹരണം. ഇന്നലത്തെ പത്രമാധ്യമങ്ങളിലുള്ളതാണ്. ഒരു മന്ത്രിയിൽ നിന്ന് 2 വനിതാ MLA മാർ ശല്യം സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2 or 1 ഏതായാലും വസ്തുത പേഴ്സണെ ഞാൻ പറഞ്ഞ് പേഴ്സൺ നല്ല അർത്ഥമില്ല. ഏത് പേഴ്സണെയാണ് ഞാൻ പറഞ്ഞത്? ഓരോ ആളുകളുടെയും വ്യക്തിപരമായ കാര്യങ്ങളില്ലേ എന്ത് കാര്യം ഞാൻ പറയാം. ആവശ്യമില്ല പണ്ഡിതന്മാരെന്നുള്ള രീതിയിൽ ഇത് ഇടപെടണ്ട. ചില ആൾക്കാർ ഞങ്ങൾ ആൾക്കാരെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിയിട്ട് ആൾക്കാരല്ല ഞങ്ങളെ പണിയണം. അതിൻ്റെ പണി ആവശ്യമില്ല. മൂക്ക് താഴേക്കുള്ള അരിയാര ആഹാരം കഴിക്കുന്ന വാർത്താ മാധ്യമങ്ങളും മീഡിയകളും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇത് ലോകത്ത് എവിടെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാത്ത ആൾക്കാർ കൈ പൊക്കാൻ പറഞ്ഞാൽ എത്ര ആൾ പൊക്കുന്നാണ് ഞാൻ ചോദിച്ചത്. ആരും പൊക്കൂലെന്നാണ് നിങ്ങളെ വാർത്താ മാധ്യമക്കാർ ചിലർ റിപ്പോർട്ട് ചെയ്തത്. ആരും പൊക്കൂല എന്നുള്ളതും എത്രയാൾ പൊക്കും എന്നുള്ളതും വളരെ വ്യത്യസ്തമാണ്.
ഭാഷ അറിയാത്തതുകൊണ്ടാണോ എന്തോ അറിയില്ല, എത്രയാൾ കൈപ്പൊക്കുന്ന ഞാൻ ചോദിച്ചത്. നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചിലർ റിപ്പോർട്ട് ചെയ്ത് ആരും കൈപ്പൊക്കൂല, രണ്ടും ഒന്നുമല്ലല്ലോ. വാർത്താമാധ്യമക്കാരുടെ അടിസ്ഥാനപരമായ ബാധ്യത, ധാർമ്മിക ബാധ്യത സത്യം മുറുകെ പിടിക്കുക എന്നുള്ളത്. വസ്തുതകൾ ആളുകൾ അറിയിച്ചു കൊടുക്കാനുണ്ട്. നല്ല വസ്തുതകൾ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം, ചീത്ത കാര്യങ്ങൾ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ജനങ്ങൾക്കിടയിൽ അധാർമികത നടക്കുന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. എങ്ങനെ വരുന്ന തലമുറയെ അവനവൻ്റെ മക്കളെയെങ്കിലും അവനവനെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും കഴിയുള്ളൂ. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തെറ്റായി വ്യാഖ്യാനിച്ചെങ്കിൽ ഇപ്പം സംസ്ഥയിലെ തന്നെ ശവറാംഗങ്ങളായിട്ടുള്ള പലരും ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. അവരും അങ്ങനെ തെറ്റായി വ്യാഖ്യാനിച്ചതാണ്. സമസ്ത ബോർഡ് ചർച്ച ചെയ്യേണ്ടല്ലോ. സമസ്ത പറഞ്ഞാൽ ഞാൻ കേട്ടില്ല, ഞാൻ സമ്മേളനത്തിന് വാർത്താ സമ്മേളനത്തിന് ഉണ്ടായിട്ടില്ല. തങ്ങൾ പറഞ്ഞത് തങ്ങളുടെ വ്യക്തിപരമായ നിലപാടാണ് എന്നുള്ളതാണ്. അത് തങ്ങളുടെ വ്യക്തിപരമായ നിലപാട് ഏൽക്കും. അധർമ്മത്തിനെതിരെ ശബ്ദിക്കേണ്ടതും സംസാരിക്കേണ്ടതും സമസ്തയുടെ ബാധ്യതയല്ലെങ്കിൽ പിന്നെ സമസ്തയുടെ ബാധ്യത എന്താ? സമസ്ത 100 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള അതിനു വേണ്ടിയാണ്. സംസ്ഥയുടെ സംസ്കാരത്തിന് യോജിക്കാത്തതായിരുന്നു ആ പരാമർശം എന്നുള്ളതാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. സമസ്തയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വ്യക്തിപരമായ പരാമർശം നടത്തിയെന്ന് നിങ്ങളെല്ലാവരും കുപ്രചരണം നടത്തിയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ മനസ്സിലാക്കിയത്. ഞാൻ ചോദിച്ചത് പേഴ്സൺ എന്നെങ്കിലും അർത്ഥം അറിയാൻ ചോദിച്ചു. ഏത് പേഴ്സണെയാണ് ഞാൻ അധിക്ഷേപിച്ചത്? മറുപടി ഉണ്ടായിട്ടില്ലല്ലോ. സമസ്തയ്ക്ക് അതൊരു അവമതിപ്പുണ്ടാക്കിയെന്നും അദ്ദേഹം പറയണ്ടായി. ഇന്നലെ ഈ മുഷാവറ യോഗത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യും, ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഒരു ആലോചനയും ഉണ്ടായിട്ടില്ല. ഈ വിഷയം ചർച്ച ചെയ്തത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്ന. അപ്പം ഈ പ്രസ്താവനയിലൂടെ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? അത് ഞാൻ സമൂഹത്തിൽ സാർവത്രികമായി നടന്നു വരുന്ന ജീർണതകൾക്കെതിരെ സമൂഹത്തെ ഉണർത്തുകയാണ് ചെയ്തത്. ഈ ബഹുഭാര്യത്വം ഒരു ജീർണതയാണെന്നാണോ പറയുന്നത്? ബഹുഭാര്യത്വം ജീർണതയല്ല, ആവശ്യമുള്ള സമയത്ത് സന്ദർഭം നോക്കണം. ഒറ്റവാക്കിന് മറുപടി പറയാൻ കഴിയില്ല. ഇനി ഞാൻ ആരെയെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കത് പൊള്ളും, വിഷയമാവും. 20-ാം നൂറ്റാണ്ടിൽ വരെ ശൈശവ വിവാഹം നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാനൊരാളെ വ്യക്തിപരമായി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലല്ലേ ഇപ്പോൾ? അതെ, ഇപ്പോഴും അത്തരം ആശയങ്ങളും അത്തരം കൊണ്ടുവരാൻ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പ്രസംഗിച്ചു എന്നാണ് ചിലർ, നിങ്ങളെ കൊടുത്തിൽപ്പെട്ട ചിലർ കുപ്രചരണം നടത്തിയത്. ബഹുഭാര്യത്വം വീണ്ടും കൊണ്ടുവരണം, അത് പ്രോത്സാഹിപ്പിക്കണം. ശൈശവ വിവാഹം വീണ്ടും കൊണ്ടുവരണം, പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പറയാത്തതാണോ? ഞാൻ പറഞ്ഞ സെന്റൻസുകളിൽ, വാക്കുകളിൽ ആ അർത്ഥമുള്ള ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് പുനരുദ്ധരിക്കാവുന്നതാണ്. അത് പലയിടത്തും ഉദ്ധരിച്ചു കാര്യങ്ങളൊക്കെ വീണ്ടും ഉദ്ധരിക്കാം. ശരിക്കും ഓഗസ്റ്റ് 30-ന് പ്രസംഗിച്ചതിൻ്റെ ഉള്ളടക്കമാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വിവാദമാകുന്നത്. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവുമോ അറിയില്ല. താല്പര്യകക്ഷി ഞാൻ പറഞ്ഞല്ലോ, പ്രചരണം നടത്താൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അവരിങ്ങനെ സടകുടഞ്ഞ് ഉണർന്ന് എണീറ്റ് വന്നപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ടാവും. പോലുള്ള നേതാക്കന്മാരൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് പറയണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ താഴെ എഴുതി ഒട്ടിക്കേണ്ടതുണ്ട്. ശിവലിംഗം പാർവതിയുടെ ഫർജ് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ നമുക്ക് പൈസ കിട്ടുന്നുണ്ടോ? ഫർജ് പറഞ്ഞാൽ അറിയാം. അപ്പം ശിവലിംഗം പിന്നെ എല്ലാവർക്കും അറിയാം. അത് ബഹുജനങ്ങളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ശിവലിംഗത്തെയും പാർവതിയുടെ ഫർജിനെയും പറ്റി. അതുകൊണ്ട് അദ്ദേഹം അത്തരം പ്രസ്താവനകൾ തുടരും. അത് കാണുന്നതിൽ അത് അദ്ദേഹത്തോട് ചോദിക്കണം, തുടരുക ചെയ്യണം. നിലവിൽ കേരളത്തിലുള്ള മന്ത്രിമാർക്ക് ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ വിധത്തിൽ വൈഫ് എന്നുള്ളത് തന്നെയാണ് അങ്ങയുടെ നിരീക്ഷണം? ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങളുടെ വ്യാഖ്യാനം, നിങ്ങളുടെ കുറിപ്പെഴുത്തുമാണ്. അല്ല, അങ്ങ് പ്രസംഗിക്കവേ അങ്ങനെ ഒരു പരാമർശം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞ സമൂഹത്തിൽ എല്ലാവരും ഉൾപ്പെടുന്ന 2 മിനിറ്റ് മുമ്പ് പറഞ്ഞല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവരും ഉൾപ്പെടുന്നതിൽ ഈ പറയപ്പെടുന്ന വിഭാഗങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അതൊരു എല്ലാവരും ഉൾപ്പെടുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അതിന് നിങ്ങളോട് നിങ്ങൾ സംസാരിക്കരുത്. കാരണം എനിക്ക് തന്നെ എത്രയോ സദൃത്തരായ ആൾക്കാരറിയാം, ജനപ്രതിനിധികളിലെ മന്ത്രിമാരിലൊക്കെ. സമൂഹത്തിൽ ആകെ ഉണ്ടെന്ന് ഉസ്താദ് പറയുന്നില്ല, ആരുടെ ഇടയിൽ ഉണ്ടെന്നാണ് പറയുന്നത്? ജനങ്ങളുടെ ഇടയിൽ. രണ്ട് കാര്യം നടക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ. ഇങ്ങനെ 2 കാര്യം നടക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിൽ മുഴുവൻ ആളുകളുടെ ഇടയിലുണ്ടെന്നല്ലേ? മുഴുവൻ പറഞ്ഞിട്ടില്ലല്ലോ. 2 കാലിൽ എല്ലാവരും നടക്കുന്നില്ല. ആശയക്കുഴപ്പമുണ്ടാവുന്നുണ്ട്. ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ അതിന്റെ പ്രശ്നം ഉദ്ധരിക്കും. അല്ല, ഇപ്പൊ പറയുന്നതിന് ആശയക്കുഴപ്പമുണ്ട്.
അതായത് പൊതുസമൂഹത്തിൽ ആകെ ഉണ്ട് എന്ന് ഉസ്താദ് പറയുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ വൈഫ് ഇൻചാർജ് എന്നുള്ളത് പൊതുസമൂഹത്തിൽ ആകെ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താ അത് പറയാലോ? മോശമല്ല ചോദിച്ചത്. എന്റെ ഡിഗ്രിയാണ്. ഡിഗ്രി പറഞ്ഞാൽ മനസ്സിലാവില്ല. മലയാളം. മലയാളം ആയതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എല്ലാവരും പറയുന്ന അർത്ഥം അറിയില്ല. അല്ല, എന്റെ സംശയം എന്റേതായ മാത്രം സംശയമായിട്ട് കണക്കാക്കാം. ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ പൊതുസമൂഹത്തിൽ ആകെ നിലനിൽക്കുന്നതാണോ ഈ വൈഫ് ഇൻചാർജിനെ മാത്രം പിടിക്കണ്ട. ജീവനത്തോട് ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. കള്ളുപിടിക്കായിക്കൊള്ളും. നമ്മൾ എല്ലാവരും നോക്കുകയാണെങ്കിൽ ഡിഗ്രി വെച്ചാൽ ചിലപ്പോൾ അറബി ആയിരിക്കും, ചിലപ്പോൾ ഹിന്ദി ആയിരിക്കും. അപ്പൊ എല്ലാവരും തൃപ്തി അറിഞ്ഞോണമെന്നില്ല. നബിയെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും കൊള്ളും. അത് അതിന്റെ തീർച്ചയായും ഞങ്ങൾ കൊള്ളുന്ന എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. അതെ, അതിന്റെ ഭാഗമായിട്ട് PMS പറയുന്നു അതില് അവർക്കും പൊള്ളി. അത് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ല, ആർക്കും പൊള്ളാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല. മുസ്ലിമീങ്ങൾ പൊള്ളൽ ഏറ്റുകൊണ്ടിരിക്കുന്നവരാണ്. അതൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ട് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് പറഞ്ഞല്ല. എങ്ങനെ പറഞ്ഞത് നിങ്ങൾ വിലയിരുത്തണ്ടേ? ഞാൻ പറഞ്ഞത് നാസർ ഫൈസി ശൈശവ വിവാഹവുമായി അത് മനസ്സിലാക്കപ്പെടാൻ 6-ാം നൂറ്റാണ്ടിലേക്ക് സഞ്ചരിക്കണതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ 21-ാം നൂറ്റാണ്ടിലുള്ളത്. 20-ാം നൂറ്റാണ്ടിൽ വരെ നടന്നിരുന്നു. അതിന് ഏതെങ്കിലും ഒരു മനമാക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു അരവിദേശം പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്കൊക്കെ മനസ്സിലാക്കുന്ന ഒരു നേതാവിനെ പറഞ്ഞു വെക്കണം. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അറിയപ്പെടുന്ന നേതാവാണ് EMS. അദ്ദേഹത്തിന് മാനം കെട്ടിച്ചപ്പോൾ 11 വയസ്സായിരുന്നു എന്നാണ് പറഞ്ഞത്. ഉദാഹരണം പറഞ്ഞാണ്, ചരിത്ര വസ്തുത പറഞ്ഞാണ്. ചരിത്രം പറഞ്ഞ് ചിലർക്ക് കൊള്ളും. ഞങ്ങൾക്കെതിരെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കോട് CPM-ന്റെ. ഞാൻ അറിഞ്ഞിരുന്നു. ഇത് ഞാൻ മുഴുവൻ പ്രതിഷേധിച്ചാൽ വസ്തുതകൾ വസ്തുതായിട്ട് നിൽക്കുള്ളൂ. പ്രവാചകന്റെ വിവാഹ സവിശേഷതയെ പറ്റി ഞാൻ പറഞ്ഞു. 25 വയസ്സായപ്പോൾ 40 വയസ്സുള്ള ഒരു വിധവയാണ് വിവാഹം ചെയ്ത് കുട്ടികളുള്ള. അതൊന്നും ആരും വിലയിരുത്തുന്നില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇപ്പോഴും ഹൈന്ദവ സമൂഹത്തിൽ ചിലരൊക്കെ ഒന്നിലധികം സ്ത്രീകളെ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് മാന്യമായിട്ടാണ് ഇപ്പോഴും. ഇപ്പോഴും ഇതിപ്പോ CPM മനസ്സിലാവാത്തത് ഊഹിക്കാം. പക്ഷെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പോലും താങ്കൾ പറഞ്ഞതിനെ ആ ഒരു രീതിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇത് പറഞ്ഞ ആളാണ് ശിവലിംഗവും പാർവതിയുടെ ഫർജും. ഫർജു പറഞ്ഞാൽ അറിയോ? ശിവലിംഗം അയാൾക്ക് പറയും. അതെ, അത് പറഞ്ഞ ആളാണ്. പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. അതോടുകൂടി തന്നെ തള്ളപ്പെടേണ്ടതാണ്. തങ്ങൾ പോലും പറഞ്ഞത് താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ്. പറയാൻ പറ്റില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഒറ്റപ്പെടുത്തിയതിൽ പ്രശ്നമായി കാണുന്ന ആളല്ല ഞാൻ. ശ്രമം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ അതുണ്ട്. 20 മാസം മുമ്പ് സമസ്ത മുഷാവറയിൽ എണീറ്റ് നിൽക്കണം. എന്നെ പറ്റി കുറേ അധിക്ഷേപങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പുത്തൻ പ്രസ്ഥാനത്തിനാണ്, മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയുള്ള ആൾക്കാരോട് സ്വന്തത സാഹചര്യം നടക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നു. എന്നെ ഒറ്റപ്പെടുത്താൻ എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ നിർഭയമായി കാണുന്ന ഒറ്റപ്പെടുത്തൽ അതിൻ്റെ തുടക്കമായിരുന്നു. അപ്പോൾ മുഷാവറയിൽ അത് പറഞ്ഞിട്ട് മുഷാവറ അത് നിശബ്ദം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ളൊരു കുപ്രചരണത്തിനായിരുന്നു ശ്രമം. ഞാൻ പറഞ്ഞു, ഞാൻ പുത്തൻ പ്രസ്ഥാനക്കാരനോ മുജാഹിദോ ജമാഅത്തോ അങ്ങനെ ആരെങ്കിലാണെങ്കിൽ എനിക്ക് തെളിവ് ഹാജരാക്കും. ഒന്നുകിൽ അവരുടെ വിശ്വാസധാരകൾ എന്തെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നുണ്ട് എന്ന് സ്ഥിരീകരിക്കണം. അതുമല്ലെങ്കിൽ ഖുർആൻ പരിഭാഷ ഉൾപ്പെടെ ഞാൻ ചില ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും ഗ്രന്ഥത്തിൽ സുന്നി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് അഥവാ സുന്നികളുടെ കർമ്മങ്ങൾക്ക് വിശ്വാസങ്ങൾക്ക് എതിരായി എന്തെങ്കിലും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ പ്രസംഗിക്കാറുണ്ട്, ഏതെങ്കിലും പ്രസംഗത്തിൽ അത്തരം ഒരു ആദർശം അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് തെളിയിക്കണം. ഇതൊന്നും തെളിയിക്കാതെ
ഞാൻ പുത്രപ്രസാദക്കാരനാണ്, അവരെ കൂടെ നടക്കുന്നവനാണ് എന്ന് പറയുന്ന കാര്യമില്ല. അതിന് അദ്ദേഹം പ്രതികരിച്ചത് മുസ്ലിം സംഘടനകളുടെ യോഗങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. മുസ്ലിം സംഘടനകളുടെ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗങ്ങൾ നടക്കണം. 2016 ജൂൺ മുതൽ സമസ്തയുടെ തീരുമാനമുണ്ട്, 5 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ ആരെങ്കിലും ആ യോഗങ്ങളിൽ പങ്കെടുക്കണം. സമുദായത്തിൻ്റെ പൊതുപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണല്ലോ. അതുകൊണ്ട് സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെ, ആലിക്കുട്ടി മുസ്ലിം ഉൾപ്പെടെയുള്ള 5 ആളുകളുടെ ഒരു സമിതിയാണ്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അതിൽ പരമാവധി ഏറ്റവും കൂടുതൽ പ്രാവശ്യം പങ്കെടുത്ത ആൾ ഞാനാണ്. അതാണ് അദ്ദേഹത്തിന് തെളിവ് പറഞ്ഞത്. സമസ്ത തീരുമാനിച്ച ഒരു യോഗത്തിലേക്ക് ഞാൻ പോകുന്നു എന്നത്. അവിടെ മുജാഹിദീങ്ങളും ജമാഅത്തിലും എല്ലാവരും ഉണ്ടാവും. MSS, പിന്നെ MES, പിന്നെ തുടങ്ങിയ എല്ലാ ആൾക്കാരും ഉണ്ടാവും. വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഒറ്റപ്പെടുത്താനുള്ള ശ്രമം അന്ന് ആരംഭിച്ചതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു നിരപരാധിയായ മനുഷ്യനെ പറ്റി വ്യഭിചാര ആരോപണം നടത്തിയാൽ അയാളുടെ ശിക്ഷ ഖുർആനിലും ഇസ്ലാമിലൊക്കെ അറിയപ്പെട്ടതാണ്. അതാണ് ഞാൻ ചെയ്തതെന്നാണ് പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ തന്നെ പെട്ട ആളുകൾ. പക്ഷെ അത് ഒരു കുറ്റകരമായ പ്രവൃത്തി യാഥാർത്ഥ്യത്തിൽ ഒരു വ്യക്തിയെ പറ്റി ഞാൻ അങ്ങനെ പറയുമ്പോഴാണ്, ഒരു വ്യക്തി ഇങ്ങനെ വ്യഭിചരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ അവിഹിത ബന്ധം ഏർപ്പെട്ടിട്ട ഒരാളാണ് എന്ന് പറഞ്ഞാൽ അയാളെ പറ്റി പേഴ്സണലായി പറയാം. ഞാൻ ഒരു പേഴ്സൺ പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോൾ ചോദിച്ചു പേഴ്സണലിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അതിന് മറുപടി ഉണ്ടായില്ല, അറിയുന്നു പറഞ്ഞു. ഞാനിപ്പോൾ ഏത് പേഴ്സണെ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. നിങ്ങൾക്കാർക്കും മറുപടിയില്ല. സമൂഹത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്നും പറഞ്ഞു. അതിൽ സംശയങ്ങളൊന്നുമില്ല, സംശയാതീതമാണ് വിഷയം. പിന്നെ സംശയങ്ങൾ സ്വയം സങ്കല്പിച്ച് കഥ രചിച്ച് ഉണ്ടാക്കണം. ആർക്കും എന്ത് കഥ എഴുതാം. മടവൂരിൽ താങ്കൾക്ക് അനുകൂലമായിട്ടും റാലി നടന്നു. ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ എന്നെ അനുകൂലിച്ച് എത്ര ആളുണ്ടാവും അല്ലെങ്കിൽ പ്രതികൂലിച്ച് ആരെങ്കിലും വല്ലതും ചെയ്യും, അത് നോക്കാറില്ല. ഞാൻ സത്യം പറയും. ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ ഞാൻ പറയും. എൻ്റെ ജന്മപൈതൃകം തന്നെ അങ്ങനെ. MP അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ആ പറഞ്ഞതില് അതിൽ കുറച്ചുകൂടി ഒന്ന് സൂക്ഷ്മത പുലർത്തണമായിരുന്നു എന്നുള്ളൊരു ചിന്ത ഉണ്ടോ? ആ ഒരു ഭാഗത്ത് മാത്രം അതില്ല. കാരണം അത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലത്തെ പത്രമാധ്യമങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വസ്തുതയാണ് ഞാൻ പറഞ്ഞ അവസാനത്തെ ഉദാഹരണം. ഒരു മന്ത്രിയിൽ നിന്ന് ശല്യം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു വനിതാ MLA പരാതി. പത്രമണി നോക്കി എന്നിട്ട് പത്രം നോക്കി ഞാൻ കാണിച്ചു തരാം. അത് വായിച്ചിട്ടുണ്ടോ? മന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മന്ത്രി ഞാൻ പറഞ്ഞില്ല. ഇന്ത്യയിൽ 30 സംസ്ഥാനങ്ങളുണ്ട് ഏകദേശം. അവിടെ ഉണ്ടാവും മന്ത്രിമാർ, MLA മാർ, MP മാർ. ഈ ഗണത്തിലൊക്കെ ഇവിടെ നല്ല സദൃത്തരായ ആളുകൾ നമുക്കറിയാം. നിങ്ങളെ കൂടുതലാരും മന്ത്രിമാരില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് പൊള്ളേണ്ടതുണ്ടായിരുന്നില്ല. അപ്പോൾ മന്ത്രിമാരെ പ്രകോപിപ്പിച്ചുകൊണ്ട് എന്തോ രക്ഷീകരിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളത് വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് തന്നെ സമസ്തയുടെ സൈബർ വിങ് എന്ന് അവകാശപ്പെടുന്ന ചില പേജുകളിലൊക്കെ ഇത് വ്യാപകമായി പ്രചരിച്ചിരുന്നു. അതിന്റെ വിശ്വസതകൾ ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. അല്ല, അത് നോക്കിയിട്ടല്ല നമ്മൾ വാർത്ത കൊടുത്തിരുന്നത്. കൊടുക്കണം. അങ്ങനെയാണ് ഖുർആനിൽ പറഞ്ഞിട്ട് നിങ്ങൾ മുസ്ലിമാണോ, ഇതാ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഒരു അധർമ്മകാരി എന്തെങ്കിലും ഒരു വൃത്താന്തവുമായി നിങ്ങളടുത്ത് വന്നാൽ നിങ്ങൾ സൂക്ഷ്മമായി അനലൈസ് എൻ്റെ വാപ്പയോ എൻ്റെ അനുജനോ പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതാണ് എൻ്റെ വിശ്വാസത്തിലുള്ള വസ്തുത. അത് ഞാൻ പറയും, അഥവാ അതേ ഞാൻ പറയുള്ളൂ. മതപരമായ ഉത്ബോധനമാണല്ലോ ശരിക്കും നടത്തിയത്. അതിനിങ്ങനെ വിവാദമാക്കുന്നത് വിവാദം ഞാനല്ലല്ലോ ആക്കിയത്. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞു നോക്കുമ്പോൾ ഈ സമസ്തയുടെ വിവിധ ചേരികളിൽ ചേരി തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് ഇതിൽ പങ്കാളികളായ രീതി സാമൂഹിക മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിൽ ഒന്നാകുള്ളതാണെങ്കിൽ ചിലപ്പോൾ അതിലുണ്ടാവും ആളുകൾ, അവർക്കത് കൊള്ളും വേഗം. ഞാൻ വിവാദമാക്കാൻ വേണ്ടി പറഞ്ഞില്ല. ഞാൻ അവിടെ തടിച്ചു കൂടിയിരുന്ന വിശ്വാസി സമൂഹത്തെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത്. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾ ഒക്കെ ഈ ജീർണതയ്ക്ക് വിധേയരാകും. അതിനുവേണ്ടി നിങ്ങൾ ഉണർന്നിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. താല്പര്യം ഒരാളോട് ചോദിക്കുകയാണ്. ഇപ്പം സമസ്തയിൽ കുറച്ച് പ്രയാസങ്ങളുണ്ടല്ലോ, നേതൃത്വങ്ങൾ തമ്മിൽ. അപ്പം അതിൽ ഏറ്റവും കണിശമായ നിലപാടെടുക്കുകയും സമസ്തയുടെ സംഘടനാ സംവിധാനങ്ങളിലൂടെ മാത്രം നിൽക്കുകയും വർഷങ്ങളായി സമസ്തയുടെ ഭാഗമായി നിൽക്കുകയും ചെയ്ത ആളാണ് താങ്കൾ. അപ്പം
ഇങ്ങനെ ഒരു കൃത്യമായ നിലപാട് എല്ലാ വിഷയത്തിലും എടുക്കുന്നതുകൊണ്ട് ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ നിങ്ങൾ അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു ഈ ഒരു പ്രയോഗം. നിങ്ങളുടെ പേരെന്താ? സുഹൈൽ. സുഹൈൽ. അത് പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ദീനിൻ്റെ പ്രബോധന വിഷയത്തിൽ എന്തെങ്കിലും പ്രാതികൂല്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ നമുക്കതിൻ്റെ പ്രതിഫലമുണ്ട്. 1500 കൊല്ലമായിട്ട് ഇസ്ലാമിൻ്റെ പ്രവാചകൻ ഇങ്ങനെ അധിക്ഷേപിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്തിട്ട് മാനുഷിക ബോധമുള്ള ആൾക്ക് അതിന് വേദന ചെല്ലും. കേവലം മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു മാനുഷിക ഹൃദയം ഉണ്ടെങ്കിൽ ഇതിൽ സത്യം പറഞ്ഞ ആളുകളുണ്ട്. സത്യം പറഞ്ഞ ആളുകൾ ഓറിയന്റലിസ്റ്റുകൾ ഗ്രന്ഥകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ഒന്നാം റാങ്കുള്ള മനുഷ്യൻ, സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ മനുഷ്യൻ മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈക്കൽ എച്ച് ഹാർട്ട്, ദി 100, റാങ്കിങ് ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി. അങ്ങനത്തെവരുണ്ട്. പക്ഷേ സത്യം കണ്ടാൽ ഉടനെ കണ്ടടക്കും, അല്ലെങ്കിൽ ഒരു മുറകൊണ്ട് മൂടാൻ ശ്രമിക്കും. 20-ാം നൂറ്റാണ്ടിൽ ശൈശവ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ 11 വയസ്സായ സ്ത്രീയെ വിവാഹം ചെയ്യാമെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ 2 വയസ്സായ കുട്ടിയെ വിവാഹം ചെയ്യാം. മനസ്സിലാക്കാറ് എൻ്റെ ഇടയിൽ 14-13 നൂറ്റാണ്ടുള്ളത്. അപ്പോൾ വസ്തുതകൾ ഉൾക്കൊള്ളാൻ കഴിയും. അത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. സത്യമേ പറയാം. ഒരു തിക്തമാണെങ്കിലും കയ്പാണ് സത്യമെങ്കിൽ നിങ്ങൾ അത് പറയണം. വലിയ ഹർത്ത ഒരവക്കാനം മുറാൻ എന്നാണ് അതിൻ്റെ പദം. അങ്ങ് ജീർണതയെ കുറിച്ചായിരുന്നു പറഞ്ഞത് എന്നാണ് ഇപ്പോഴും പറയുന്നത്. ജീർണതയെ കുറിച്ചായിരുന്നു, സമൂഹത്തിലെ ജീർണതയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതിനൊരു ഏകാഭിപ്രായം ആ പണ്ഡിത സഭയിൽ, സംസ്ഥയുടെ പണ്ഡിത സഭയിൽ കഴിഞ്ഞ ദിവസം നടന്ന മുഷാവറയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ചർച്ച ചെയ്തിട്ടില്ല. അല്ല, എങ്കിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നു. ഇത്രയധികം അങ്ങേ പോലുള്ള ഒരാളെ ഇങ്ങനെ വഴിയിലിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ട് അത് ആ പണ്ഡിത സഭയിൽ ചർച്ച ചെയ്യേണ്ടതല്ലായിരുന്നു. എന്നോടുള്ള സഹതാപത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ലോകം ഒന്നാകെ എനിക്കത് തിന്നാൻ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് ബോധ്യമുള്ള സ്ഥിതിക്ക് ഞാൻ അതേ പറയുള്ളൂ. ഇനി ആരും ചോദിച്ചാലും. പക്ഷെ അങ്ങനെ പറഞ്ഞത് സത്യമാണ് എന്നുള്ളത് ഇന്നലെ ജിഫ്രി തങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾ തിരിച്ചു ചോദിച്ചാൽ മതിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അത് സംസ്ഥയുടെ സംസ്കാരത്തിന് അദ്ദേഹം ഒറ്റവാക്ക് പറഞ്ഞുകൊണ്ടായില്ല. ഏതിനെ പറ്റിയാണ് പറഞ്ഞത്? സംസ്കാരം എന്ന് പറഞ്ഞാല് ബഹുഭാഗ്യത്വം സ്വീകരിച്ചിരുന്ന ആളാണ് സമസ്തയുടെ മുൻ സെക്രട്ടറി ചെർഷേഖ് ജനദിവസില്. അറിയാമെന്നറിയില്ല. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അങ്ങനെ 1-ലധികം ഭാര്യമാരുടെ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റിക്കും 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിൻ്റെ ന്യായീകരണം എന്താണെന്ന് പരിശോധിക്കുന്നതിന് പകരം ഈ 2ാം ഭാര്യ കേൾക്കുമ്പോഴേക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് കാര്യമില്ല. അത്തരം സ്വഭാവമുള്ള ആൾക്ക് അതിൻ്റെ ന്യായീകരണം എന്താണ്? അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് അനിവാര്യമാണോ? ഫിസിക്കൽ ഫിറ്റ്നസ്സുള്ള പെണ്ണുങ്ങൾക്കും അങ്ങനെ ചെയ്തുകൂടാന്ന് 1-2 സഹോദരിമാർ ചോദിച്ചു. അപ്പോൾ പറ്റില്ല. അതുകൊണ്ട് ഇസ്ലാം അത് അംഗീകരിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല. കാരണം ഒറ്റ പുരുഷനും അംഗീകരിക്കാൻ കഴിയില്ല തൻ്റെ കൂടെ വേറൊരാളോടെയും ഉണ്ടാകാന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളെ മക്കൾക്ക് വിവാഹാലോചന നടത്തുമ്പോൾ ഒരു വിവാഹിതയായ ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവില്ല. നമുക്ക് എന്താ കുഴപ്പമുള്ളത്? ഒരു ഭർത്താവുള്ളത് മാത്രമേ ഉള്ളൂ കുഴപ്പം. നല്ല എബിലിറ്റി ഉണ്ടാവും, ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, PhD, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഉണ്ടാവും. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അത് വലിയ സമ്പന്നയായിരിക്കും. അപ്പം അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടാവില്ല. 1-ലധികം ഭാര്യമാരെ ഭർത്താക്കന്മാരെ വെച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാവില്ല സാധാരണ പ്രകൃതി അനുസരിച്ച്. അങ്ങനെ ഉണ്ടെങ്കിൽ അവളൊരു വേശ്യയായിരിക്കും. അവരുടെ പേരതാണ്. അപ്പം അത് ചോദിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ഇസ്ലാം ഒരു പുരുഷന് 1-ലധികം ഭാര്യമാരെ അംഗീകരിച്ചെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് 1-ലധികം പുരുഷന്മാരെ അംഗീകരിക്കുന്നില്ല? നോൺസെൻസ് ആണത്. വിശദീകരണം പറയണ്ടത് എനിക്ക് പറയുന്നില്ല. ഈ പ്രതിഷേധങ്ങളൊക്കെ എന്ത് പ്രതിഷേധങ്ങളുണ്ടായാലും പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പറഞ്ഞോളൂ, നല്ല ആൾക്കാർക്ക് അറിയുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാവാത്തൊരു മുഷാവറയിൽ പിന്നെ ഈ പോസിറ്റീവ് വിവരങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാന്നുള്ളൊരു ചോദ്യം ഇല്ലേ ഉള്ളിൽ നിന്ന്? നമ്മളൊക്കെ ചോദിക്കുന്നത് എങ്ങനെ പുറത്ത് വന്നു അല്ലേ? ഒന്നും രഹസ്യമല്ല. എല്ലാവർക്കും പറയരുത്. ഗുരുതരമായ വ്യത്യാസമുണ്ട്. ഗജാന്തരമുണ്ട്. ചിലരെന്ന് പറഞ്ഞത് എനിക്ക് ഒരു കൂട്ടം ആൾക്കാരെന്ന് പറഞ്ഞത് എല്ലാവരും പറഞ്ഞ് ഗജാന്തരമുണ്ട്. പറഞ്ഞ പോലെ ആയിക്കോട്ടെ. താങ്ക് യു.